വെളിപാടിൽ നിന്ന് പള്ളികളിൽ മനഃപൂർവ്വം വായിക്കാത്ത 3 വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അതിൽ മൂന്നാമത്തേത് പല ബൈബിളുകളിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. 1 വെളിപാട് 12:17. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവരുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. 2 വെളിപാട് 14:12. ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. 3 വെളിപാട് 22:14. ഇത് ബൈബിളിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ്. ജീവവൃക്ഷത്തിൽ പങ്കുചേരേണ്ടതിന് അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൻ വിശുദ്ധരാണ്. വീണ്ടും ആ വേർഡ് വിശുദ്ധരാണ്. ശുദ്ധൻ അവൻ അല്ലെങ്കിൽ അവൾ നഗരത്തിലേക്ക് കടക്കും. ഇതാണ് യഥാർത്ഥ ഹീബ്രുവിൽ. ഈ നഗരം എന്ന് പറയുന്നത് പുതിയ ജെറുസലേം. ചിന്തിക്കാൻ 4 പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ്, വെളിപാട് പ്രകാരം യഥാർത്ഥ വിശുദ്ധർ 1 കൽപ്പനകൾ പാലിക്കും, 2 യേശുവിൽ വിശ്വസിക്കും. രണ്ടാം പോയിന്റ്, പിശാചിന് യഹോവയുടെ കൽപ്പന പാലിക്കുന്നവർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത്. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കാനാണ്, പിശാചിന്റെ സ്വാധീനം മൂലമാണോ ക്രൈസ്തവ സഭകളിൽ യഹോവയുടെ യഥാർത്ഥ കൽപ്പനകൾ പഠിപ്പിക്കാത്തത്? 4ാമത്തെ പോയിന്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ വെളിപാടിൽ എഴുതിയിട്ടുണ്ട് കൽപ്പനകളുടെ പ്രാധാന്യം. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ യഹോവയുടെ കൽപ്പനകൾ അറിഞ്ഞിരിക്കണ്ടേ? അറിഞ്ഞാലല്ലേ പാലിക്കാൻ പറ്റുള്ളൂ. 10 കൽപ്പനകളുടെ ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് 4ാമത്തെ കൽപ്പനയായ യഥാർത്ഥ സാബത്ത് ദിവസം ഏതാണെന്ന് അറിയാമോ? അത് ഞായറാഴ്ച അല്ല. അതറിയാൻ വേണ്ടി താഴത്തെ വീഡിയോ ക്ലിക്ക് ചെയ്തോളൂ.